സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാം വാക്യം. 41-42 വാക്യങ്ങൾ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സഭയുടെ അടിസ്ഥാനം എന്താണ്? മാനസാന്തരപ്പെടുക. എന്താണ് സഭയുടെ അടിസ്ഥാനം? അത് 38-ലുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടുക. മാനസാന്തരപ്പെട്ട ശേഷം സ്നാനപ്പെട്ടിട്ട് സഭയിൽ ചേർന്നവരാണ് ക്രിസ്ത്യാനികൾ. എൻ്റെ പിതാവ് ക്രിസ്ത്യാനിയാണ്, എൻ്റെ മുത്തച്ഛൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ കഴിയില്ല. ഓരോരുത്തരും അവരവരുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് എൻ്റെ പ്രാണന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നത് വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശ്വാസത്താൽ കഴുകപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. സ്നാനപ്പെട്ടവൻ സഭാ വിശ്വാസി ആണ്. സഭയിൽ എത്ര പേർ വരുന്നുണ്ട് എന്നതല്ല പ്രധാനമായത്, അതിൽ എത്ര പേർ രക്ഷിക്കപ്പെട്ടവരുണ്ട്. ചില ഇടങ്ങളിൽ തിരുമേശ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്ന കാണാം, പ്രസാദം പോലെ. ഗേറ്റിനരികിൽ വരെ കൊണ്ടു കൊടുക്കാറുണ്ട്. അത് വാങ്ങിയിട്ട് അകത്തേക്ക് വന്നാൽ മതി. അങ്ങനെയല്ല ദൈവത്തിന്റെ രീതി. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭാഗവാക്കാകുന്നവർ ആരാണെന്ന് വെച്ചാൽ അവർ സ്വർഗീയ കുടുംബത്തിൽപ്പെട്ടവരാണ്, മാനസാന്തരപ്പെട്ടവരാണ്, ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്. അങ്ങനെയാണ് സഭ ആരംഭിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ സഭയുടെ ആരംഭം കാണാം. പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, പത്രോസ് ധൈര്യത്തോടെ പ്രസംഗിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ സ്നാനപ്പെടുവാനിടയായി, സഭയായി കൂടി വന്നു. സഭയിൽ ചേർന്നതിന് ശേഷം അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം, 2-ാമത് കൂട്ടായ്മ, 3-ാമത് അപ്പം നുറുക്കൽ, 4-ാമത് പ്രാർത്ഥന. ഇതില്ലാത്ത സഭകൾ സഭയല്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കാനിടയായി. നിങ്ങളുടെ പാപങ്ങൾക്കായി അവൻ ക്രൂശീകരിക്കപ്പെട്ടു. അവൻ ക്രൂശിൽ മരിച്ച് 3-ാമത്തെ നാൾ ഉയർത്ത് എഴുന്നേൽക്കാനിടയായി. അതാണ് ഉപദേശം. ഇന്നെനിക്ക് പാപക്ഷമായി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതായ യാഗമാണ്. ഇന്ന് നിനക്ക് സൗഖ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനു കാരണം അന്ന് അവൻ വഹിച്ചതായ മുറിപ്പാടുകൾ നിമിത്തം ഇന്ന് നിനക്ക് സൗഖ്യമുണ്ടാകുന്നു. ഇന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ പാപത്തിന്റെ പരിഹാരമായി അവൻ ക്രൂശിൽ മരിക്കപ്പെട്ടതുകൊണ്ട്, വില കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നിനക്ക് ക്ഷമ ലഭിക്കുന്നത്, പാപക്ഷമയുള്ളത്. അപ്പോസ്തല ഉപദേശം അതാണ്. മാനസാന്തരപ്പെട്ട് സ്നാനം എടുക്കുക. നമ്മുടെ സഭകളിൽ ഈ വാക്കുകൾ ഇപ്പോൾ കേൾക്കുന്നില്ല. വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. വചനത്തിന് പ്രാധാന്യമില്ലാത്തതായ സഭയിൽ ഉണർവുണ്ടാകില്ല. പാട്ടുകൾ പാടുന്നത് നല്ലതാണ്, എന്നാൽ പാടുന്ന സമയത്ത് ദൈവത്തിന്റെ വചനങ്ങളെ ഓർത്തുകൊണ്ട് ആരാധിക്കുവാൻ കഴിയണം. സഭകളിലും പലതരത്തിലുള്ള രീതികളുണ്ട്. വചനത്തിന് എന്താണ് പലപ്പോഴും പറയുന്നത്? ഷോർട്ട് മെസ്സേജ് എന്നാണ്. ദൈവദാസന്മാരെ തരംതിരിക്കുന്നു. പ്രത്യേകമായ സംഭാവനകൾ നൽകുന്നവർക്ക് പ്രത്യേകമായ പ്രാർത്ഥന. ദൈവം കാണുന്നുണ്ട്. ദൈവം തീർച്ചയായും പ്രതിഫലം കൊടുക്കുന്നു. ഞാൻ എന്തിനാണ് പുകഴുന്നത്? ഞാൻ എന്തിന് പ്രത്യേകമായി പ്രാർത്ഥിക്കണം? ദൈവം ആർക്കും കടക്കാരനല്ലല്ലോ. അവൻ ആർക്കും കടക്കാരനല്ലല്ലോ. നിങ്ങൾ കൊടുക്കുക, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കാനിടയാകും, എന്നാൽ വചനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കില്ല. ആ വചനത്തിൽ കൂടിയും തെറ്റുതിരുത്തില്ല, ജ്ഞാനം പറയത്തില്ല, ഉപദേശം കൊടുക്കില്ല. വചനം ഉള്ളതുപോലെ പറയുകയില്ല. മനുഷ്യർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതിനായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട്
പാസ്റ്റർമാർ സ്റ്റേജിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ട്, നിങ്ങൾക്കറിയത്തില്ലേ, ചില സഭകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടപ്പ അത് ഫോറിനേഴ്സിനെ കണ്ട് പഠിച്ചതാണ്. അത് ഇന്നുള്ള ഒരു വലിയ പ്രശ്നമാകുന്നു. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ വെസ്റ്റേണൈസ്ഡ് റിലീജിയൻ. ക്രിസ്ത്യാനിത്വത്തിനെ ഒരു പാശ്ചാത്യ രാജ്യത്തിൻ്റെ മതമായിട്ട് നമ്മുടെ രാജ്യത്ത് മാറ്റിയിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളതായ ആചാരങ്ങളല്ല ക്രിസ്ത്യാനിയുടെ ആചാരം. ബൈബിളിൽ ഉള്ളതായ രീതികളാണ്, ബൈബിളിലെ പദ്ധതികളാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മുടി കത്തിച്ചു കളയണം, നീളമുള്ള ഗൗണൊക്കെ ഇടണം, ലിപ്സ്റ്റിക്കൊക്കെ തേൽക്കണം. അങ്ങനെയൊന്നുമല്ല. യേശുക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തന്നത് പല രാജ്യക്കാര്, പല ദേശക്കാര്, പല ഭാഷകളിലും ഉള്ള അനേകം ആളുകൾ രക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ വേഷഭാഷകൾ മാറണമെന്നല്ല അർത്ഥം, പുറമേയുള്ള മാറ്റമല്ല, നിന്റെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകണം. നീ ഏത് ഭാഷയിൽ യേശുവേ എന്ന് വിളിച്ചാലും അവൻ മറുപടി നൽകുന്നവനാണ്. വചനം അതാണ് നമ്മെ ജീവിപ്പിക്കുന്നത്, നടത്തുന്നത്, നമ്മെ ഒരുക്കുന്നത്. ദാവീദ് പറയുന്നു, നിന്റെ വചനം ഞാൻ ധ്യാനിക്കുന്നത് കൊണ്ട് വൃദ്ധന്മാരെക്കാൾ വിശേഷമായ ജ്ഞാനം എനിക്കുണ്ട്. നിന്റെ വചനം ഞാൻ ധ്യാനിക്കുന്നത് കൊണ്ട് ഉപദേഷ്ടാക്കന്മാരെക്കാൾ എനിക്ക് ജ്ഞാനം ഉണ്ട്. ഇന്നുള്ള സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ഉപദേഷ്ടാക്കന്മാരെക്കാളിലും ജ്ഞാനമുള്ള ആളുകളെയാണ്. അപ്പോൾ നിങ്ങൾ വഞ്ചിതരാകില്ല. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ വായിക്കുന്നത് മാത്രമല്ല, അതുകൊണ്ട് എല്ലാ വ്യക്തികൾക്കും ബൈബിൾ ഇപ്പോൾ ലഭ്യമാകത്തക്ക രീതിയിൽ ഉണ്ട്. ഇന്ന് ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഈ കാലത്ത് ക്രിസ്ത്യാനികൾ ചെയ്യേണ്ട പ്രധാനമായ പണി എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ വായിക്കണം, ബൈബിൾ വായിക്കണം, ബൈബിൾ വായിച്ച് ധ്യാനിക്കണം. സത്യം പറയുക, നിങ്ങളിൽ എത്ര പേർ ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്നുണ്ട്? ഒരു പ്രസംഗം കേട്ടാൽ, ഒരു റെഫറൻസ് കേട്ടാൽ അത് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുമോ? ഇന്ന് ജയ്പോൾ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കാനിടയായി, ഇത് സത്യമാണോ എന്ന് നോക്കാം, ഇതിനെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നുവെന്ന് ശ്രദ്ധിക്കാം, ഉണർവ് എന്താണെന്ന് ബൈബിൾ വായിച്ച് മനസ്സിലാക്കാം, ആദിമസഭ എങ്ങനെയായിരുന്നു എന്ന് അതിനെക്കുറിച്ച് വിശദമായി ബൈബിൾ വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ദൈവദാസൻ നമ്മുടെ ദൈവമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭ സ്വർഗത്തിലേക്കുള്ള വഴിയായി മാറിയിരിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള മാർഗം സഭയല്ല. ആരാണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആരാ? ഞാനാണോ? എല്ലാ ദിവസന്മാരും ഞാനാണെന്ന് പറയുന്നുണ്ട്. ആർക്കും അവസാനം എവിടെ ചെല്ലണമെന്ന് അറിയത്തില്ല. ദൈവദാസനല്ല, കർത്താവാണ് പറയുന്നത്. യേശുവിന്റെ നാമത്തിലാകുന്നു രക്ഷ, യേശുക്രിസ്തുവിൽ കൂടിയാകുന്നു നമുക്ക് വിടുതൽ. എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോവുകയില്ല. യേശുവിനെ കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ യേശുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ യേശുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ യേശു ദൈവമല്ല, അവൻ യഥാർത്ഥ ദൈവമല്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, കാശ്മീരിലായിരുന്നു താമസിച്ചിരുന്നത്. എന്താണ്? അവന്റെ കല്ലറ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണോ? പിന്നെ ഞങ്ങളുടെ പാസ്റ്റർ എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുമോ? അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നവൻ ആരാകുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമോ? എന്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, എന്റെ വിമോചകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ മരിച്ചുപോയാലും എന്റെ ശരീരം ജീർണിച്ചു പോയാലും ഞാൻ കർത്താവിനെ കാണുമെന്ന് യേശുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് കേൾക്കാതിരുന്ന ഇയ്യോബ് തന്നെ പറയുവാനിടയായി. അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ നിനക്കത്രമാത്രം വിശ്വാസമുണ്ട്? വചനം വായിക്കുക. ബെറയ സഭയിലെ ആളുകൾ പൗലോസും ശീലാസും പ്രസംഗിച്ചപ്പോൾ ആ സഭക്കാർ ലേഖനങ്ങൾ വായിച്ചിട്ട് ദൈവദാസൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. അതാണ് ഈ കാലത്ത് ആവശ്യമുള്ളത്. ഇഷ്ടപ്രകാരമുള്ള വ്യാഖ്യാനങ്ങൾ കൂടിയിരിക്കുന്നു, ഉപദേശങ്ങൾ കൂടിപ്പോയിരിക്കുന്നു, ഫേക്ക് കൂടിപ്പോയിരിക്കുന്നു, നാട്യങ്ങൾ കൂടിപ്പോയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭക്തി കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഭക്തി തണുത്തു പോകുന്നത്. ഹൃദയത്തിലുള്ളതായ പാപത്തെക്കുറിച്ച് പശ്ചാത്താപം ഉണ്ടാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. എന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയല്ലയോ, ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയല്ലയോ, അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയല്ലയോ. അവന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ പാറകൾ തകർന്നു പോകും. നമ്മുടെ മനസ്സിലെ ചപ്പു ചവറുകളെല്ലാം കരിഞ്ഞു പോകാനിടയാകും.
നമ്മുടെ അശുദ്ധിയും മാലിന്യവുമെല്ലാം കഴുകപ്പെടാനിടയാകും. ദൈവത്തിന്റെ വചനം സഭയിൽ ഉണ്ടെങ്കിൽ വരുന്നവരുടെ ഹൃദയങ്ങളിൽ മാനസാന്തരം ഉണ്ടാകാനിടയാകും. വചനം ഇല്ല, വാക്യം ഇല്ല. വചനം വായിക്കുക, വചനം ധ്യാനിക്കുക. ഒരു ദിവസം വരാൻ പോകുന്നു, നിന്റെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടായിരിക്കണം. ചില രാജ്യങ്ങളിൽ നാം ചെല്ലുകയാണെങ്കിൽ അവിടേക്ക് ബൈബിൾ കൊണ്ടുപോകാനുള്ള അനുവാദം ഇല്ല. അതേതൊക്കെ രാജ്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അനേകം ആളുകളെ അങ്ങനെ പിടിക്കപ്പെട്ടിട്ട് ജയിലിൽ അടച്ചിട്ടുണ്ട്. ഒരാളെ സെക്യൂരിറ്റീസ് ചെക്ക് ചെയ്തപ്പോൾ ബൈബിൾ പിടിച്ച് 7 വർഷം ജയിലിൽ അടയ്ക്കുവാൻ ഇടയായി. ബൈബിൾ കിട്ടാത്തതായ, ദൈവവചനം ലഭിക്കാത്തതായ ഒരു സമയം ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വചനം വായിക്കൂ. ബൈബിൾ നിന്റെ മനസ്സിൽ നിറയ്ക്കുക, നിന്റെ ഹൃദയത്തിൽ നിറയ്ക്കുക. നിന്റെ ഹൃദയം നിറച്ച് വചനം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മനസ്സ് നിറച്ച് വചനങ്ങളുണ്ട്. പലപ്പോഴും റെഫറൻസ് എനിക്ക് ഈ കാലത്ത് ഓർമ്മയില്ല. പ്രാർത്ഥനാഭാരം കൂടിയതുകൊണ്ടായിരിക്കാം. പ്രാർത്ഥനാഭാരങ്ങൾ കൂടിപ്പോകുന്നു, റെഫറൻസ് കുറഞ്ഞു പോകുന്നു. എനിക്ക് പ്രായം കൂടുകയും അതുപോലെ തിരക്ക് കൂടുകയും ചെയ്തതുകൊണ്ട് എനിക്ക് സമയം ലഭിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്പർ ഓർമ്മയില്ല. എന്നാൽ വചനം എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെയും അനുകരിക്കത്തില്ല, ആരെയും നോക്കി പഠിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിലുണ്ട്. അതെന്നെ ബലപ്പെടുത്തും. എൻ്റെ ദൈവത്തിന്റെ വചനമാണ് എന്നെ നടത്തുന്നത്. എൻ്റെ ദൈവത്തിന്റെ വചനമാണ് എന്നെ ശക്തീകരിക്കുന്നത്. ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എൻ്റെ ദൈവത്തിന്റെ വചനം എനിക്ക് ഉപദേശിച്ചു തരും. അതാണ് ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ, അവന്റെ മനസ്സിൽ ദൈവത്തിന്റെ ഹിതമുണ്ടായിരിക്കണം, ദൈവത്തിന്റെ വചനമുണ്ടായിരിക്കണം. ദൈവത്തെ അത്രമാത്രം നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ നാം വഴുതിപ്പോവുകയില്ല, വീണുപോവുകയില്ല, നാം പാപത്തിൽ അകപ്പെട്ടു പോവുകയുമില്ല, നാം ബലഹീനനായി പോവുകയും ചെയ്യില്ല. നമ്മുടെ 2 കരങ്ങളും ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. നിർജീവമായ ഒരു ഭക്തിയിലേക്ക് ഞങ്ങൾ വീണു പോകാതെ, നാമധേയ ഭക്തിയിലേക്ക് ഞങ്ങൾ വീണു പോകാതെ, കർത്താവേ, അടിസ്ഥാനങ്ങൾ തകർന്നു പോകാതെ, ഈ ദിവസങ്ങളിൽ സഭകളിൽ നിർജീവ അവസ്ഥയെ കാണുന്ന ഈ ദിവസങ്ങളിൽ ബാലിന്റെ ഉപദേശത്താൽ, ഇസബേലിന്റെ ഉപദേശത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ സമയത്ത് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ വിശ്വസ്തരായിരിക്കുവാൻ നീ സഹായിക്കുമാറാകണമേ. ഈ ദിവസം നിന്നോട് കണക്ട് ആവുന്നതിനായിട്ട്, നിന്നോട് സഹവാസം ചെയ്യുന്നതിനായി, നിന്നോട് നേരെ സംസാരിച്ചുകൊണ്ട് യഥാർത്ഥ പ്രവാചകൻ ആരാണ്, കള്ളപ്രവാചകന്മാരാരാണ്, യഥാർത്ഥമായിട്ടുള്ള വചനപ്രകാരമുള്ളതായ സഭ ഏതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിനായിട്ട്, നഷ്ടപ്പെട്ടു പോകാതെ, കബളിപ്പിക്കപ്പെടാതെ, നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു സഭയായി ഞങ്ങളെ നീ ഒരുക്കിയെടുക്കണമേ. നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട്, നിന്റെ ക്രൂശിലെ യാഗത്തെ അംഗീകരിച്ചുകൊണ്ട്, നിന്റെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായി ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.